നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോനെ, നിന്റെ സ്വപ്നങ്ങളിലേക്ക് നിന്നെ പറത്തി വിടാനാണ് മോനെ അമ്മ ഈ കളികളൊക്കെ കളിക്കുന്നത്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. തൽക്കാലം ഞാൻ പറയുന്നതെല്ലാം നീ അനുസരിക്കണം. മനസ്സിലായോ? അങ്ങനെ ഋതികയുടെ ആദ്യത്തെ പെണ്ണുകാണൽ ചടങ്ങ് ശുഭമായിട്ട് അവസാനിച്ചു. ഉറച്ചിറക്കനായ നീ ഇവിടെ ഉള്ളപ്പോ ഋതികയുടെ കഴുത്തിൽ മറ്റൊരാള് താലി കെട്ടാൻ ഈ അംബിക സമ്മതിക്കില്ല. ഋതികയുടെ കഴുത്തിൽ താലി കെട്ടാനുള്ള അവകാശം എന്റെ മകൻ ദീപകിനുള്ളതാ. പക്ഷേ അമ്മേ, അതൊക്കെ എങ്ങനെ നടക്കും? പറഞ്ഞുതരാം. ഹലോ, നിങ്ങളുടെ പെർഫോമൻസ് ഞാൻ ഉദ്ദേശിച്ചതിലും ഗംഭീരമായി. ഞാനേ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അത് പിന്നെ മോശമാവോ? അംബിക മേഡം ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോ അത് വൃത്തിയായി ചെയ്ത് തീർക്കേണ്ടത് എന്റെ കടമയല്ലേ? അംബിക മേഡം എനിക്ക് ചെയ്തു തന്നിട്ടുള്ള സഹായങ്ങളുടെ ഒക്കെ മുന്നില് ഞാൻ ചെയ്തത് വളരെ ചെറിയൊരു കാര്യമായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. നീ ഇപ്പോ എനിക്ക് ചെയ്തു തന്ന ഉപകാരത്തിന്റെ മൂല്യം വളരെ വലുതാ. എന്റെ അനിയൻ അവന്റെ മകളുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചപ്പോ അത് മുടക്കണോന്ന് ഞാൻ എന്തിനു ചിന്തിച്ചു എന്ന് നീ ആലോചിച്ചിട്ടുണ്ടാവും. മാഡത്തിന് എനിക്ക് പിന്നെ അറിയില്ലേ, എന്തോ വലിയൊരു ഉദ്ദേശം മാഡത്തിന്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് തോന്നി. ഒരത്യാവശ്യ സമയത്ത് എന്നെ ഓർത്തതില് സന്തോഷം മാത്രമേ എനിക്കുള്ളൂ. നീ നിന്റെ ജോലി കൃത്യമായിട്ട് ചെയ്തു. അതിന് സന്തോഷം മാത്രം പോരല്ലോ. അത് ശരിയല്ല. പണിയെടുത്താ കൂലി കിട്ടണം. അതാ എന്റെ രീതി. അത് നിനക്ക് അറിയാവുന്നതാണല്ലോ. അയ്യോ, പണത്തിന്റെ ഒന്നും ആവശ്യമില്ല മാഡം. ഇപ്പൊ തന്നെ ഞാൻ മാഡത്തിന് ഒരുപാട് പണം തരാനുണ്ട്. ആ പറഞ്ഞതേ നിന്റെ മര്യാദ. ഞാൻ എന്റെ മകന്റെ കയ്യിലേ കുറച്ച് പൈസ കൊടുത്തയക്കുന്നുണ്ട്. നീ അത് സ്വീകരിക്കണം. ആവശ്യമുള്ളപ്പോ ഞാൻ പിന്നെയും വിളിക്കും. പിന്നെ നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെയും വിളിക്കണം. ശരി മാഡം. ശരി. എന്താ അമ്മ ഇതൊക്കെ? എല്ലാ അമ്മയുടെ അറേഞ്ച്മെന്റ്സ് ആയിരുന്നോ? പക്ഷെ എന്തിന്? എനിക്കാകെ കൺഫ്യൂഷനായി. നീ വെറുതെ കൺഫ്യൂഷൻ ആവണ്ടടാ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഋതിക നിന്റെ അമ്മാവന്റെ മകളാ. അതായത് നിന്റെ മുറപ്പെണ്ണ്. ഋതികയുടെ വിവാഹം നടത്താൻ പ്രതാപൻ തീരുമാനിച്ചപ്പോ ഞാൻ പ്രതീക്ഷിച്ചത് അവൻ നിന്നെ പരിഗണിക്കുമെന്നാ. പക്ഷെ അവന്റെ മനസ്സിൽ അങ്ങനൊരു ചിന്ത വന്നതുപോലുമില്ല. അതുകൊണ്ടാ ഞാൻ എന്റെ കാർഡ് ഇറക്കിയത്. ഞാനൊരു ഫേക്ക് പെണ്ണ് കാണൽ പ്ലാൻ ചെയ്തു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എല്ലാം അവസാനിച്ചു. എനിക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടമ്മേ. എല്ലാം നടക്കുമോ? എനിക്കൊരു ചെറിയ സംശയമില്ലാതെ ഇല്ല. മോനെ, നിന്റെ സ്വപ്നങ്ങളിലേക്ക് നിന്നെ പറത്തി വിടാനാണ് മോനെ അമ്മ ഈ കളികളൊക്കെ കളിക്കുന്നത്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. തൽക്കാലം ഞാൻ പറയുന്നതെല്ലാം നീ അനുസരിക്കണം. മനസ്സിലായോ? ദൈവമേ, ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അംബിക മേഡം ആളിത്തിരി അപകടകാരിയാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ ഇത് ഞാൻ വിചാരിച്ചതിലും വലിയ വിഷമാണല്ലോ. പാവം വർമ്മ സാർ അംബിക മേഡത്തിനെ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുക. വർമ്മ സാറിനെതിരെ ഋതിക മേഡത്തിനെ ലക്ഷ്യമാക്കി അംബിക മേഡം നടത്തുന്ന പദ്ധതി ഈ രാജു വർമ്മ സാറിനൊപ്പം ഉള്ളപ്പോ നടക്കാൻ പോകുന്നില്ല. രാജു അത് സമ്മതിക്കില്ല. ശ്രീ,
ശ്രീ, ഈ ശ്രീലക്ഷ്മി എന്താ അവളുടെ മുറിയിൽ പുറത്തു വരാത്തത്? അവൾക്ക് ആഹാരമൊന്നും വേണ്ടേ? ശ്രീ, അവളെ വിളിക്കണ്ട, അവള് വരില്ല. അതെന്താ? അവക്കിപ്പൊ വിശപ്പില്ല, അത്ര തന്നെ. അമ്മ എന്തിനാ അതിന് ദേഷ്യപ്പെടുന്നേ? അവള് വരുന്നില്ലെങ്കിൽ വരണ്ട. മോള് കഴിക്ക്. അമ്മമ്മക്കേ ദേഷ്യം കയറിയിരിക്കാന്നാ തോന്നുന്നേ. ശ്രീലക്ഷ്മിയുടെ അച്ഛന് ഫോൺ ചെയ്ത് ഇക്കാര്യം പറയണോ? വേണ്ട, സവാരിക്കിടെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യം പറയണ്ട. എന്നാലും ഈ വീട്ടിലെ അവസ്ഥകളെല്ലാം അറിയുന്ന ശ്രീലക്ഷ്മി ഇങ്ങനെ എന്നെ ചതിച്ചു കളയാന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താ ഇതിനൊരു പരിഹാരം? എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീയെ പട്ടിണി കിടുന്നത് ശരിയല്ല. ഇതാർക്കാ? ശ്രീലക്ഷ്മിക്ക്. ഈ അമ്മയ്ക്കിത് എന്തു പറ്റി? കുറച്ചു മുമ്പ് പറഞ്ഞ അവൾക്ക് വിശക്കുന്നില്ലെന്ന്. ഇപ്പതേ അവൾക്ക് ആഹാരം എടുക്കുന്നു. എന്താ അമ്മേ, എന്തു പറ്റി? ഒന്നുമില്ല. ഹരീഷ് എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നത്? ആരെങ്കിലും കാണുന്നതിന് മുൻപേ പോ. ഐ എം സോറി ശ്രീലക്ഷ്മി, ഞാൻ കാരണം പാവം നിന്നെ രാധമ്മ അടിച്ചത്. എനിക്ക് നിന്നെ കാണാതിരിക്കാൻ തോന്നിയില്ല, അതാ ഞാൻ വന്നത്. നീ ഒരു വാക്ക് പറഞ്ഞ നിന്നെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാം. ദൂരെ എവിടെയെങ്കിലും പോയി, നമ്മളെ ആർക്കും അറിയാത്തൊരു നാട്ടിൽ പോയി നമുക്ക് ജീവിക്കാം. ഹരീഷ് എന്തായി പറയുന്ന? അതൊന്നും ശരിയാവില്ല. അതൊക്കെ വലിയ പ്രശ്നങ്ങളാവും. പിന്നെ ഞാൻ എന്താ വേണ്ടത്? ശ്രീലക്ഷ്മി തന്നെ പറയേ. ഹരീഷ് ഇപ്പൊ പോ. ഇതൊന്നും ശരിയാവും എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ പ്രണയം ആരും അംഗീകരിച്ച് തരില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.